ഗൈസ്, നമ്മളുടെ അടുത്ത ടോപ്പിക്കാണ് കൾച്ചർ ടെക്നിക്സ് അല്ലെങ്കിൽ കൾച്ചർ മെത്തേഡ്സ്. നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മൈക്രോബ്സിനെ നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ ഓരോ ആവശ്യങ്ങൾക്കും ഓരോ മൈക്രോബ്സിനും പല ടൈപ്പ് ഓഫ് കൾച്ചർ ടെക്നിക്സ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ഓരോന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, ഓരോ ക്രൈറ്റീരിയ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ ടെക്നിക്സും നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണ് നമ്മൾ നോക്കേണ്ടത്, ഓരോ ക്രൈറ്റീരിയാസ് അനുസരിച്ച് എന്തൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കാം. ഓരോ കൾച്ചർ മെത്തേഡും നമ്മൾ ഓരോ പർപ്പസ് അനുസരിച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം എന്തൊക്കെയാണ് പർപ്പസസ് എന്ന് അറിയണ്ടേ, അത് നോക്കാം. ആദ്യത്തെ പർപ്പസാണ് ഒരു മിക്സ്ചർ കൾച്ചറിൽ നിന്ന്, അല്ലെങ്കിൽ നമുക്കൊരു പുറത്തുനിന്ന് കിട്ടുന്ന ഒരു സാമ്പിളിൽ നിന്ന് ഒറ്റ ഒരു ബാക്ടീരിയ മാത്രം ഐസൊലേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അത് അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മളൊരു മെത്തേഡ് ചൂസ് ചെയ്യും. അടുത്തത് അവരുടെ പ്രോപ്പർട്ടീസിനെ പറ്റി സ്റ്റഡി നടത്താൻ. ദെൻ ആൻറ്റിജൻ പ്രിപ്പയർ ചെയ്യാൻ. ആൻറ്റിജൻ എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? നമുക്കൊരു ഡിസീസ് വരുമ്പോൾ നമുക്കതിൻ്റെ മെഡിസിൻസ് എല്ലാം കണ്ടുപിടിക്കണ്ടേ, അതിനും. പിന്നെ ടെസ്റ്റ് കിറ്റുകളില്ലേ, നമുക്ക് റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ടെസ്റ്റ് കിറ്റുകളുണ്ടല്ലോ ഓരോ ഡിസീസസിനുള്ള, ലൈക്ക് പ്രഗ്നൻസി കിറ്റൊക്കെ ഇല്ലേ, അതുപോലുള്ള കിറ്റുകൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും. ദെൻ അടുത്തത് ബാക്ടീരിയോഫേജ് അല്ലെങ്കിൽ ബാക്ടീരിയോസിൻ സസെപ്റ്റിബിലിറ്റി നോക്കാനായിട്ട്. ഈ ബാക്ടീരിയോഫേജ് ആൻഡ് ബാക്ടീരിയോസിൻ എന്ന് പറയുന്നത് ബാക്ടീരിയ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് കമ്പോണൻസ് ആണ്. ഈ കമ്പോണൻസ് അതർ ബാക്ടീരിയാസിനെ തന്നെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇവർ രണ്ടുപേരും എങ്ങനെയാണ് ബാക്ടീരിയാസിൻ്റെ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള സ്റ്റഡീസ് നടത്താൻ. അടുത്തത് ആൻറ്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി. അതും സെയിം തന്നെ. ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ആൻറ്റിബയോട്ടിക്സ് നമുക്ക് അസുഖം വരുമ്പോൾ നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ് എല്ലാം ആൻറ്റിബയോട്ടിക്സ് ആണ്. എല്ലാം മിക്കതും ആൻറ്റിബയോട്ടിക്സ് ആണ്. ഈ ആൻറ്റിബയോട്ടിക്സ് തന്നെ നമുക്ക് അസുഖം ഉണ്ടാക്കുന്ന ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റ് എങ്ങനെ ബാക്ടീരിയ എഫക്റ്റ് ചെയ്യുന്നു, നമുക്കൊരു അസുഖം വരുമ്പോൾ എത്ര ഗ്രാം ഓഫ് ആൻറ്റിബയോട്ടിക് ചെന്നാലാണ് ഇത്ര നമ്പർ ഓഫ് അണുക്കളെ കൊല്ലുന്നത്, അങ്ങനെയൊക്കെ നോക്കാനായിട്ടാണ് അടുത്തൊരു യൂസ്. ദെൻ വയബിൾ കൗണ്ട് നോക്കാൻ. വയബിൾ കൗണ്ട് എന്ന് പറഞ്ഞാൽ ലൈവായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ബാക്ടീരിയാസ്. നമുക്ക് കിട്ടിയിരിക്കുന്ന സാമ്പിളിൽ ബാക്ടീരിയാസ് ലൈവാണോ, ആക്റ്റീവാണോ, അതോ അത് ഡെഡാണോ എന്നൊക്കെ നമുക്ക് നോക്കാനായിട്ട്. ദെൻ ലാസ്റ്റ് സ്റ്റോക്ക് കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ. സ്റ്റോക്ക് കൾച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു റെയർ ടൈപ്പ് ഓഫ് മൈക്രോബ് ആണെങ്കിൽ നാളെ നമുക്കതിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി നമുക്ക് സ്റ്റോക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു കൾച്ചർ മെത്തേഡ് ചൂസ് ചെയ്യും. ഇനി നമ്മൾ ഈ ഓരോ പർപ്പസസിന് ഏതൊക്കെ കൾച്ചർ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഇനി ഉള്ള ഓരോ മെത്തേഡ്സ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് ഓരോ മെത്തേഡ്സ് നോക്കാം. ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന മെത്തേഡ്സ് ആണ് സ്ട്രീക്ക് കൾച്ചർ, ലോൺ കൾച്ചർ, സ്ട്രോക്ക് കൾച്ചർ, സ്റ്റാബ് കൾച്ചർ, പോർ പ്ലേറ്റ് മെത്തേഡ്, ലിക്വിഡ് കൾച്ചർ ആൻഡ് അനേറോബിക് കൾച്ചർ മെത്തേഡ്സ്. നമുക്ക് ഓരോന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ മെത്തേഡാണ് സ്ട്രീക്ക് പ്ലേറ്റ് മെത്തേഡ്. അപ്പോൾ സ്ട്രീക്ക് പ്ലേറ്റ് മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സ്ട്രീക്ക് പ്ലേറ്റ് മെത്തേഡ് നമ്മൾ ആദ്യം പറഞ്ഞ ആപ്ലിക്കേഷൻ ഇല്ലേ, നമ്മളൊരു മിക്സ്ചറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്യൂർ കൾച്ചറിൽ നിന്നും ബാക്ടീരിയയെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒറ്റ ബാക്ടീരിയ ആയിട്ട് നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് സ്ട്രീക്ക് പ്ലേറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഇനോക്കുലേഷൻ ലൂപ്പാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലാബിൽ ഇനോക്കുലേഷൻ ലൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അത് പ്ലാറ്റിനം വയർ അല്ലെങ്കിൽ നിക്രോം വയർ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ലൂപ്പ് വെച്ചിട്ടാണ് നമ്മൾ സാമ്പിൾസിൽ നിന്നെല്ലാം ഇങ്ങനെ കളക്ട് ചെയ്യുന്നത്, ഓക്കെ, എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇനി ഒന്ന് പോയി ചെക്ക് ചെയ്യുക എന്താണ് ഇനോക്കുലേഷൻ ലൂപ്പ് എന്നുള്ളത്. അപ്പോൾ ഇനി പറയുന്ന എല്ലാത്തിലും നമ്മൾ ഈ ലൂപ്പ് യൂസ് ചെയ്യും. ഇനോക്കുലേഷൻ ലൂപ്പ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഇനോക്കുലേഷൻ ലൂപ്പ് എന്ന് പറയുന്നത് നമുക്ക് സാമ്പിളിനെ എടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു തിങ്ങാണ്. ഓക്കെ, അപ്പോൾ സ്ട്രീക്ക് പ്ലേറ്റ് മെത്തേഡിൽ നമ്മൾ ഈ പോയിന്റ് പറഞ്ഞിരിക്കുന്ന മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഞാൻ പിക്ചറിൽ പറയാം. സ്ട്രീക്ക് പ്ലേറ്റ് മെത്തേഡ് നമുക്ക് പല ടൈപ്പിൽ ചെയ്യാൻ പറ്റും. ഇത് ഒരു മെത്തേഡാണ്. ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതാണ് ലൂപ്പ്. ഇങ്ങനെ ഒരു ലൂപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ലൂപ്പ് കൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന സാമ്പിളിനെ എടുക്കുക. സാമ്പിളിനെ ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ സാമ്പിളിനെ കളക്ട് ചെയ്യുക, എടുക്കുന്നത്. ഓക്കെ,
ഈ സാമ്പിളിന് എടുത്തതിന് ശേഷം ഈ കാണിച്ചിരിക്കുന്നത് നമ്മുടെ പെട്രി പ്ലേറ്റ് ആണ്, മീഡിയം ഒക്കെ ഉള്ള നമ്മുടെ കയ്യിലുള്ള പെട്രി പ്ലേറ്റ്. ഈ പെട്രി പ്ലേറ്റിനകത്ത് ഇതുപോലെ സിക്സ് ആയിട്ട് വരയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ലൂപ്പ് എടുത്തിട്ട് ഈ എൻഡിലാണ് ടച്ച് ചെയ്യുക. ഈ എൻഡിൽ നമ്മൾ ഈ ലൂപ്പ് ടച്ച് ചെയ്തതിന് ശേഷം പിന്നെ അവിടെ നിന്ന് നമ്മൾ ലൂപ്പ് പൊക്കി എടുക്കരുത്. അതിൽ നിന്ന് ആ ടച്ച് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ ഈ സിക്സ് ആയിട്ട് ഇവിടെ നമ്മൾ ഇതുപോലെ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ ഇത്രയും പോർഷൻ നമ്മൾ വരച്ച് നിർത്തിയതിന് ശേഷം ഈ ലൂപ്പ് നമ്മൾ ഒന്നുകൂടി ഫ്ലെയിം ചെയ്യും. ഫ്ലെയിമിൽ കാണിക്കും, റെഡ് ഹോട്ടായിട്ട് ഫ്ലെയിം ചെയ്യും. അപ്പോൾ നമ്മൾ ഇനി ഈ ലൂപ്പിൽ ഫർദർ അണുക്കളൊന്നുമില്ല, ബട്ട് ഇവിടെ ബാക്ടീരിയാസ് ഉണ്ട്. അടുത്തത് ഈ ഫ്ലെയിം ചെയ്ത് ഇതിനെ നമ്മൾ കൂളാക്കിയതിന് ശേഷം നമ്മൾ ആദ്യം വരച്ച ഈ പ്രൈമറി ഡ്രോയിങ് ഉണ്ടല്ലോ, ഈ പ്രൈമറി ലൈൻസ് ഉണ്ടല്ലോ, നമ്മൾ ഈ ലൈൻസിനെ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേഴ്സറി അങ്ങനെയൊക്കെയാണ് നെയിം ചെയ്യുന്നത്. ആദ്യം വരച്ചതിനെയാണ് നമ്മൾ പ്രൈമറി, അങ്ങനെ അത് ഒരു സിമ്പിൾ ഒരു ടേം അത്രയേ ഉള്ളൂ. ആദ്യം വരച്ച ഈ പ്രൈമറിയിൽ നിന്നും ലൂപ്പിനെ ഒരു എൻഡിൽ ടച്ച് ചെയ്യും. ഇതാണ് നമ്മൾ ഫസ്റ്റ് വരച്ചത്. നമ്മൾ സെക്കൻഡ് വരയ്ക്കാൻ നേരത്ത് ലൂപ്പിനെ ഇതിൻ്റെ ഒരു എൻഡിൽ ടച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം വരച്ചതുപോലെ തന്നെ സിക്സ് ആയിട്ട് വീണ്ടും വരയ്ക്കും. ഓക്കെ, വീണ്ടും നമ്മൾ ലൂപ്പ് ഈ ഒരു പോർഷൻ എത്തിക്കഴിയുമ്പോൾ വീണ്ടും ഫ്ലെയിം ചെയ്യാണ്, റെഡ് ഹോട്ടായിട്ട് ഫ്ലെയിം ചെയ്യും. അത് കൂൾ ചെയ്തതിന് ശേഷം വീണ്ടും ഈ സെക്കൻഡറി, ഇതാണ് നമ്മൾ രണ്ടാമത് വരച്ചത്, ഇതിനെയാണ് സെക്കൻഡറി ലൈൻസ് എന്ന് പറയുന്നത്. ഈ സെക്കൻഡറി ലൈനിൽ ലൂപ്പ് ടച്ച് ചെയ്തതിന് ശേഷം ടേഴ്സറി ലൈൻ വരയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ വരച്ചപ്പോൾ ഓവർലാപ്പിംഗ് കണ്ടോ, ഒത്തിരി ഓവർലാപ്പിംഗ് ഉണ്ട്. ബട്ട് ടേഴ്സറി ലൈൻ വരയ്ക്കുമ്പോൾ ഒറ്റ പ്രാവശ്യമേ സെക്കൻഡറി ലൈനിലൂടെ പാസ് ചെയ്യണുള്ളൂ, ബാക്കിയെല്ലാം ഓവർലാപ്പിംഗ് ഇല്ലാതെ സിംഗിൾ ലൈൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ സിംഗിൾ ലൈൻസിലാണ് നമുക്ക് ഐസൊലേറ്റഡ് കോളനീസ് കിട്ടുന്നത്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഈ ഒരു എൻഡും നമ്മുടെ ഈ പ്രൈമറി ലൈൻസും തമ്മിൽ കൂട്ടിമുട്ടാൻ പാടില്ല, ഇവിടെ ഗ്യാപ്പ് ഉണ്ടാവണം. ഇങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ സ്ട്രീക്ക് പ്ലേറ്റ് മെത്തേഡ് ചെയ്യുന്നത്. ദെൻ നമ്മൾ ഈ പ്ലേറ്റിനെ ഇൻക്യുബേറ്റ് ചെയ്യും. ഇൻക്യുബേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെയാണ് ഗ്രോത്ത് കിട്ടുന്നത്. നമുക്ക് കാണാൻ പറ്റും പ്രൈമറി ഏരിയയിൽ ഗ്രോത്ത് കൂടുതലായിരിക്കും, കാരണം നമുക്ക് ഇഷ്ടം പോലെ മൈക്രോബ്സ് ഉണ്ടായിരുന്നു ആദ്യം ആ ലൂപ്പിൽ എടുക്കുമ്പോൾ. ബട്ട് അതിനുശേഷം നമ്മൾ ലൂപ്പ് ഫ്ലെയിം ചെയ്തിട്ട് രണ്ടാമത്തെ സെക്കൻഡറി ലൈൻ നമ്മൾ വരയ്ക്കുമ്പോൾ പ്രൈമറിയേക്കാളും ഗ്രോത്ത് കുറച്ച് കുറവായിരിക്കും, അത്രയും അണുക്കൾ ഉണ്ടാവില്ല. അതുപോലെ ടേഴ്സറി ലൈൻ എത്തുമ്പോൾ സെക്കൻഡറിയേക്കാളും കുറവായിരിക്കും കോളനീസിൻ്റെ നമ്പർ. അതുപോലെ നമുക്ക് ഈ ടേഴ്സറി ലൈനിൽ ഒറ്റയായിട്ടുള്ള കോളനീസ് ആയിരിക്കും കാണാൻ പറ്റുക, സിംഗിൾ കോളനീസ് ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഈ കോളനി എന്ന് പറയുന്നത് ഇതുപോലെ പ്ലേറ്റിൽ കാണുന്ന ഡ്രോപ്സ് ആണ് കോളനീസ് എന്ന് പറയുന്നത്. കുഞ്ഞു കുഞ്ഞു ഡ്രോപ്ലെറ്റ് അല്ലെങ്കിൽ പിൻ പോയിന്റ് ആയിട്ടോ പല ഷെയ്ഡിൽ നമുക്ക് കോളനീസ് കാണാൻ പറ്റുമല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ കോളനീസ് എന്ന് പറയുന്നത് ഒരു കോളനിയിലുള്ളത് എല്ലാവരും സെയിം ടൈപ്പ് ആൾക്കാരായിരിക്കും. അപ്പോൾ അതിനെ മാത്രമായിട്ട് നമുക്ക് സെലക്ട് ചെയ്താൽ ഒരുപോലുള്ള ആൾക്കാരെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിനെയാണ് ഐസൊലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ ഐസൊലേഷൻ എന്ന് പറയുമ്പോൾ ഒറ്റ ഒരു മൈക്രോബ് മാത്രമല്ല കിട്ടുക, ഒറ്റ ഒരു ബാക്ടീരിയ മാത്രമല്ല കിട്ടുക, ഒരു ബാക്ടീരിയയുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ടൈപ്പ്, ഒരു ടൈപ്പിൻ്റെ ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ആണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് ഒരു കോളനിയിൽ നിന്ന്. ഓക്കെ, ഇതാണ് അടുത്ത മെത്തേഡ് ഓഫ് സ്ട്രീക്ക് പ്ലേറ്റ്. ആദ്യം നമ്മളൊരു സ്ട്രീക്ക് പ്ലേറ്റ് മെത്തേഡ് കണ്ടു, ഇതാണ് അടുത്ത മെത്തേഡ്. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഇതാണ് പ്രൈമറി ലൈൻ. നമ്മൾ വെറുതെ മറ്റേതുപോലെ സിക്സാഗ് അല്ല, വെറുതെ ഇങ്ങനെ കുത്തി വരയ്ക്കുകയാണ്. ലൂപ്പിൽ നമ്മൾ ഇനോക്കുലം എടുക്കും. ഇനോക്കുലം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന സാമ്പിൾ. ലൂപ്പ് കൊണ്ട് നമ്മൾ സാമ്പിളിനെ കളക്ട് ചെയ്യുന്നു. നമ്മൾ പ്ലേറ്റിൻ്റെ ഒരു അറ്റത്ത് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പ്ലേറ്റിൻ്റെ ഈ കോർണർ ഉണ്ടല്ലോ, ഈ പ്ലേറ്റിൻ്റെ അറ്റം ഗ്ലാസ്, അവിടെ നമ്മുടെ ലൂപ്പ് ടച്ച് ചെയ്യരുത്. ടച്ച് ചെയ്യാതെ ഒരു ഇച്ചിരി ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഇവിടെ ഇങ്ങനെ ചുമ്മാ ഈ കുട്ടികൾ വരയ്ക്കും പോലെ കരകുരാന്ന് വരയ്ക്കാം. അങ്ങനെ വരച്ച് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ലൂപ്പ് ഫ്ലെയിം ചെയ്യാം. എന്നിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ ലൂപ്പ് ഫ്ലെയിം ചെയ്യുന്നു. രണ്ടാമത് ഈ പ്രൈമറിയിൽ ടച്ച് ചെയ്തതിന് അവിടെ ടച്ച് ചെയ്ത് തുടങ്ങിയിട്ട് സെക്കൻഡറി ലൈന് നമ്മളിങ്ങനെ വരയ്ക്കുക. സിക്സാഗോ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വരയ്ക്കുക. വീണ്ടും ഫ്ലെയിം ചെയ്യുക. സെക്കൻഡറിയിൽ ടച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ടേഴ്സറി ലൈനും വരയ്ക്കുക. ഇതാണ് ടേഴ്സറി ലൈൻ. വീണ്ടും ഫ്ലെയിം ചെയ്യുക. അടുത്തത് ടേഴ്സറിയിൽ നിന്ന് നമ്മൾ ക്വാട്ടേണറി ലൈൻസും വരയ്ക്കുന്നു.
അങ്ങനെ 4 സെറ്റ് ഓഫ് ലൈൻസ് നമ്മൾ വരച്ചു കഴിഞ്ഞു. വീണ്ടും ഫ്ലെയിം ചെയ്യുന്നു. 5ാമത്തെ സെറ്റ് ഓഫ് ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ലാസ്റ്റ് വരച്ച ഈ ഒരു കൂട്ടത്തിൽ നിന്നും ഒറ്റ പ്രാവശ്യം ലൂപ്പ് ടച്ച് ചെയ്യുള്ളൂ. ബാക്കിയെല്ലാം ഇൻഡിവിജ്വലായിട്ട് ഇങ്ങനെ വെറുതെ വരച്ചിട്ടേക്കാണ്. ഇപ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് വരച്ചിരിക്കുന്ന ഈ ലൈൻസിലാണ് ഇൻഡിവിജ്വൽ കോളനീസ് കാണാം. ദേ താഴെ കാണുന്ന പിക്ചർ കണ്ടോ, ആദ്യത്തേൽ ഒത്തിരി നമ്പർ ഓഫ് കോളനീസ് കാണാം നിങ്ങൾക്ക്. ഇതിൽ നിന്ന് ഒറ്റ കോളനി ആയിട്ട് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ടെന്നല്ല, പറ്റുകയില്ല. അതുപോലെ രണ്ടാമത്തേത് നോക്കിയാൽ കുറച്ചും കൂടെ നമുക്ക് കണ്ടോ ഒറ്റ കോളനീസ് കാണാൻ പറ്റും, എന്നാലും അത്ര ഗ്യാപ്പൊന്നുമില്ല. ടേഴ്സറി എത്തുമ്പോൾ കുറച്ചുകൂടി ഗ്യാപ്പ് ഫീൽ ചെയ്യും. ക്വാട്ടേണറി എത്തുമ്പോൾ നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. ബട്ട് നമ്മൾ ആ ഫൈനൽ ചെയ്ത ആ ഒരു സിക്സാഗ് ലൈനിൽ, ഈ ഫൈനൽ ചെയ്ത സിക്സാഗ് ലൈനിൽ നല്ല ഗ്യാപ്പുള്ള സിംഗിൾ കോളനീസ് ആയിട്ട് കാണാൻ പറ്റുന്നില്ലേ? നമുക്കിനി ഫർദർ ആവശ്യത്തിന് വേണ്ടി ഇതിൽ നിന്നിങ്ങനെ ഒറ്റ കോളനീസ് ആയിട്ട് കളക്ട് ചെയ്തെടുക്കാം ലൂപ്പ് യൂസ് ചെയ്തിട്ട്. മിക്സപ്പ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇതാണ് അടുത്ത സ്ട്രിക്റ്റ് പ്ലേ മെത്തേഡ്. അടുത്തത് ലോൺ കൾച്ചർ. ലോൺ കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ബാക്ടീരിയോഫേജ് ടൈപ്പിംഗ്. നമ്മൾ ബാക്ടീരിയോഫേജ് എങ്ങനെയാണ് ബാക്ടീരിയ എഫക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള സ്റ്റഡി നടത്താനും ആൻറ്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ്, ആൻറ്റിബയോട്ടിക് എങ്ങനെയാണ് ബാക്ടീരിയയെ കില്ല് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള സ്റ്റഡി നടത്താനും, അതുപോലെ ആൻറ്റിജൻ, വാക്സിൻ അതുപോലുള്ള പ്രൊഡക്ട്സിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുമൊക്കെയാണ് നമ്മൾ ലോൺ കൾച്ചർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലോൺ കൾച്ചർ എന്താണെന്ന് വെച്ചാൽ പെട്രി പ്ലേറ്റിൽ യൂണിഫോം എന്ന് പറഞ്ഞാൽ ഈവൻ ആയിട്ട് നമ്മൾ ഒരു കൾച്ചറിനെ സ്പ്രെഡ് ചെയ്യാണ്. ഓക്കെ, അവിടെ ഒന്നും കോളനീസ് ആയിട്ടല്ല, നമ്മൾ ലിക്വിഡ് കൾച്ചറിനെ ഉണ്ടാക്കും. ലിക്വിഡ് കൾച്ചറിൽ ഒരു പർട്ടിക്കുലർ വോളിയം എത്രയാണോ നമുക്ക് ആവശ്യം ആ ഒരു വോളിയം എടുത്ത് നമ്മൾ ഈ പ്ലേറ്റിൽ ഫ്ലഡ് ചെയ്യാണ്. പ്ലേറ്റിലേക്ക് ഒഴിച്ച് ഈവനായിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്യും. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സ്പ്രെഡ് ചെയ്യാനായിട്ട് എൽ റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്ലാസ് റോഡാണ്. ഗ്ലാസ് വെച്ചിട്ടുണ്ടാക്കിയ എൽ ഷേപ്പിലുള്ള ഒരു ഗ്ലാസ് റോഡ്. ഈ റോഡ് വെച്ചിട്ട് നമ്മളിങ്ങനെ ആ പ്ലേറ്റിൽ ടച്ച് ചെയ്ത് റൗണ്ട് സർക്കുലറിൽ മൂവ് ചെയ്യും. അതാണ് നമ്മൾ ഒരു മെത്തേഡ്. ഇല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈവനായിട്ട് ഈ പ്ലേറ്റിൽ സ്പ്രെഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് ലോൺ കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? എല്ലാ ഭാഗത്തും ഒരുപോലെ ബാക്ടീരിയ സ്പ്രെഡ് ചെയ്ത് വളർത്തുന്ന മെത്തേഡാണ് ലോൺ കൾച്ചർ. അതിൻ്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആൻറ്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ചെയ്യാൻ ഈ കാണിച്ചിരിക്കുന്ന പിക്ചറിൽ ആൻറ്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റാണ് കാണിച്ചിരിക്കുന്നത്. ഈ കാണുന്ന ഈ ഗ്യാപ്പൊന്നും ഇല്ലാതെയാണ് കേട്ടോ നമ്മൾ ആദ്യം ഇതിനെ സ്പ്രെഡ് ചെയ്യുന്നത്. ഈ യെല്ലോ ഷെയ്ഡ് കാണിച്ചിരിക്കുന്നത് മൈക്രോബ്സ് വളർന്നിരിക്കുന്നതാണ്. അപ്പോൾ ഈ കാണുന്നതെല്ലാം ആൻറ്റിബയോട്ടിക് ഡിസ്കുകളാണ്. എന്ന് വെച്ചാൽ പേപ്പർ ഡിസ്ക് തന്നെ. പേപ്പർ ഡിസ്കിൽ ആൻറ്റിബയോട്ടിക് ഉണ്ടാവും. നമ്മൾ മരുന്ന് കഴിക്കുന്ന ആൻറ്റിബയോട്ടിക് ഇല്ലേ, ആ ആൻറ്റിബയോട്ടിക് ഈ പേപ്പർ ഡിസ്കിൽ ഓൾറെഡി ഉണ്ടാവും. ഈ ഡിസ്ക് ഇടുന്നതിന് മുന്നേ ഈ പ്ലേറ്റിൽ ഫുൾ ഇതുപോലെ മഞ്ഞ കളറിൽ എല്ലായിടത്തും ഗ്രോത്ത് ഉണ്ടാവും. ഈ ഡിസ്ക് ഇട്ടതിന് ശേഷം ഇതിൻ്റെ ചുറ്റുമുള്ള മൈക്രോബ്സ് എല്ലാം നശിച്ചു പോയതാണ് ഈ കാണിക്കുന്ന ക്ലിയർ സോൺ. ഓക്കെ, ഇത് കണ്ടോ? ഇതിൻ്റെ ചുറ്റും ഓരോ ആൻറ്റിബയോട്ടിക് ഡിസ്കിന് ചുറ്റും അവർ നശിപ്പിച്ച് കളഞ്ഞതാണ് ഈ കാണുന്ന ക്ലിയർ സോൺ. ഇത്രയും ഭാഗത്ത് മൈക്രോബ്സ് ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് നോക്കി, ഇതൊരു വലിയ ഡിസ്കാണ്. അപ്പോൾ ഈ ബാക്ടീരിയ ഈ ഒരു ആൻറ്റിബയോട്ടിക്കിനോടാണ് കൂടുതൽ റിയാക്ട് ചെയ്യുന്നത്, കൂടുതൽ നശിപ്പിക്കുന്നത് ഈ ഒരു ആൻറ്റിബയോട്ടിക് ആണെന്നാണ് ഇതിൻ്റെ അർത്ഥം. ബട്ട് ഇതൊക്കെ നോക്കിയേ, ഇത് രണ്ടും കണ്ടോ? ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചുറ്റും നമുക്കങ്ങനെ സോണൊന്നും അങ്ങനെ കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ അർത്ഥം ഈ ബാക്ടീരിയ കൊല്ലാനായിട്ട് നമുക്ക് ഈ ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്താൽ പോരാ, ഈ 2 ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്താൽ പോരാ. ഇതിനകത്തിപ്പോൾ നമുക്ക് പിക്ചർ ക്ലിയർ ആയിട്ട് കാണുന്നില്ല, എന്ത് ആൻറ്റിബയോട്ടിക് ആണ് ഇതെല്ലാമെന്ന് നമുക്ക് കാണുന്നില്ല. അല്ലാതെ നമ്മൾ സാധാരണ ഇതിൻ്റെ പുറത്ത് ലേബൽ ചെയ്തിട്ടുണ്ടാവും എന്താണ് ഇതിനകത്തുള്ള ആൻറ്റിബയോട്ടിക് എന്നുള്ളത്. ഇതിൽ നമുക്ക് ക്ലിയർ ആയില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ ആൻറ്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ പുറത്ത് കാണുന്ന ക്ലിയർ സോണിനെ മെഷർ ചെയ്തിട്ടാണ് നമ്മൾ ഒരു ബാക്ടീരിയയ്ക്ക് ഏത് ആൻറ്റിബയോട്ടിക്കാണ് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? ഈ ബാക്ടീരിയയെ നശിപ്പിക്കാൻ നമ്മൾ ഏറ്റവും നല്ലത് ഈ ഒരു ആൻറ്റിബയോട്ടിക്കിനെ ചൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, കൂടുതലും ബാക്ടീരിയ കൊന്നിരിക്കുന്നത് ഈ ആൻറ്റിബയോട്ടിക്കാണ്. നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ലാത്തത് ഈ 2 ആൻറ്റിബയോട്ടിക്കാണ്. കാരണം ഇവർ യൂസ് ചെയ്തിട്ട് അങ്ങനെ വലിയ ഇൻഹിബിഷൻ ഒന്നും കാണുന്നില്ല ഗ്രോത്തിൽ. അപ്പോൾ ഈ ഒരു സ്റ്റഡി നടത്താനാണ് നമ്മൾ ലോൺ കൾച്ചർ യൂസ് ചെയ്യുന്നത്.
അടുത്തത് സ്ട്രോക്ക് കൾച്ചർ. സ്ട്രോക്ക് കൾച്ചർ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ട്യൂബിലാണ് ചെയ്യുന്നത്. ടെസ്റ്റ് ട്യൂബ് അല്ലെങ്കിൽ ബോയിലിംഗ് ട്യൂബില്ലേ, ഇങ്ങനെ ഉള്ള, ഇതിപ്പോൾ ബോയിലിംഗ് ട്യൂബാണ്. ഇത് ഈ കാണുന്ന ടെസ്റ്റ് ട്യൂബാണ്. ഇതിൽ ടെസ്റ്റ് ട്യൂബ് അല്ലെങ്കിൽ ബോയിലിംഗ് ട്യൂബിനകത്ത് നമ്മൾ അഗാർ സ്ലാൻഡ് പ്രിപ്പയർ ചെയ്യും. സ്ലാൻഡ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, സാധാരണ പോലെ നമ്മുടെ ന്യൂട്രിയൻ്റ് അഗാർ അല്ലെങ്കിൽ ഏത് മീഡിയമാണോ യൂസ് ചെയ്യുന്നത് ആ മീഡിയം ചെറിയ ചൂടോടെ ഒഴിക്കും. എന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ട് സോളിഡിഫൈ ആവുന്നതിന് മുന്നേ ട്യൂബിനകത്ത് ഒഴിച്ചു വയ്ക്കും. ഒഴിച്ചിട്ട് നമ്മളത് കുറച്ച് ഡിക്ലൈൻ ചെയ്ത് ചാരി വയ്ക്കും, അതൊന്ന് ഹാർഡൻ ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചാരി വെച്ച് കഴിയുമ്പോൾ നമുക്കിതുപോലെ കണ്ടോ, ചാരി വെച്ച് കഴിയുമ്പോൾ കുറച്ച് ചെരിച്ച് ഈ സാധനം ഇങ്ങനെ സോളിഡിഫൈഡ് ആയി പോകും. ഇത് കണ്ടോ, ചെരിഞ്ഞ് സോളിഡിഫൈഡ് ആണ്. ഇതങ്ങ് സോളിഡിഫൈ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് എടുത്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെരിച്ചുണ്ടാക്കുന്നതിനാണ് സ്ലാൻഡ് എന്ന് പറയുന്നത്. ഈ സ്ലാൻഡിൽ നമ്മൾ കൾച്ചർ ചെയ്യുന്ന മെത്തേഡാണ് സ്ട്രോക്ക് കൾച്ചർ. നമ്മൾ ആദ്യം പറഞ്ഞ ഇനോക്കുലേഷൻ ലൂപ്പിൽ ഇനോക്കുലം എടുത്തതിന് ശേഷം ഈ എൻഡ് കണ്ടോ, ഈ എൻഡ് വരെ ലൂപ്പ് ചെരിച്ചു കൊണ്ടുപോകും. ഈ കൊണ്ടുപോകുമ്പോൾ ബാക്കിയുള്ള ഇത്രേ പോർഷനിൽ ടച്ച് ചെയ്യാതെ വേണം ശ്രദ്ധിക്കാൻ. ഈ ലൂപ്പ് ഏറ്റവും ആദ്യം ടച്ച് ചെയ്യേണ്ടത് ഈ എൻഡിലാണ്. നേരെ വേറെ എങ്ങും ടച്ച് ചെയ്യാതെ ഈ എൻഡിൽ കൊണ്ടുവന്ന് ടച്ച് ചെയ്യാം ലൂപ്പ്. അതിനുശേഷം സിക്സാഗായിട്ട് പുറത്തേക്ക് ഇങ്ങനെ വരച്ചെടുക്കുക. ക്ലിയർ ആയോ? ലൂപ്പ് എടുക്കുക, ലൂപ്പ് ഇവിടെ നിന്ന് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്യുമ്പോൾ വേറെ അപ്പുറത്തോ ഇപ്പുറത്തോ ഈ കാണുന്ന മീഡിയത്തിൽ ഒന്നും ടച്ച് ചെയ്യാതെ നേരെ ഈ അറ്റത്ത് കൊണ്ടുവന്ന് ടച്ച് ചെയ്യാം. ടച്ച് ചെയ്തതിന് ശേഷം പുറത്തേക്ക് സിക്സാഗ് മൂവ്മെൻറ്റിൽ ഇതുപോലെ ഡ്രോ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ കുറച്ച് ഗ്രോത്ത് ഓഫ് മൈക്രോബ്സേ കാണുള്ളൂ. ഇത് ഈ ഒരു മെത്തേഡ്, ഈ സ്ലാൻഡിൽ നമ്മൾ ഈ സ്ട്രോക്ക് കൾച്ചർ മെത്തേഡിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ബാക്ടീരിയ നമുക്ക് കുറേ നാളത്തേക്ക് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതല്ലാതെ നമുക്ക് അഗ്ലൂട്ടിനേഷൻ നോക്കാനും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സിന് ടെസ്റ്റിന് ഒക്കെ വേണ്ടിയിട്ട്. അഗ്ലൂട്ടിനേഷൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷനാണ്. അത് നിങ്ങൾക്ക് ഫർദറായിട്ട് ഇമ്മ്യൂണോളജിയിലാണ് നിങ്ങൾ പഠിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് ആ ടേം ഒന്ന് പഠിച്ചു വയ്ക്കുക. അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റിനും ഒരു ഡിസീസ് ഡയഗ്നോസിസിനൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് യൂസ് എന്ന് പറയുന്നത് സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ്. ബാക്ടീരിയ നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് സ്ലാൻഡ് ആയിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് സ്റ്റാപ്പ് കൾച്ചർ. സ്റ്റാപ്പ് കൾച്ചർ എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് ജലാറ്റിൻ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് അഗാറിലാണ്. ഈ ജലാറ്റിൻ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് അഗാർ എന്ന് പറയുന്നത് അത്ര കട്ടിയൊന്നും ഇല്ലാത്ത ഒരു സെമി സോളിഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, സോളിഡ് എന്നും പറയാൻ പറ്റില്ലാത്ത ഒരു കൺസിസ്റ്റൻസിയിലുള്ള ഒരു മീഡിയമാണ്. ഓക്കെ, ലൂപ്പ് ടച്ച് ചെയ്താൽ മതി നമുക്കിത് പൊട്ടിപ്പോവും, അങ്ങനത്തെ അവസ്ഥയിലുള്ള ഒരു മീഡിയമാണത്. അത്ര സോളിഡ് സ്റ്റേജിലുള്ള അല്ല. അപ്പോൾ ഇങ്ങനെ ഒരു മീഡിയത്തിൽ നമ്മൾ ആദ്യം പഠിച്ച ലൂപ്പിൻ്റെ എൻഡ് എന്ന് പറയുന്നത് റൗണ്ട് ആയിരുന്നു. ഇതിൻ്റെ എൻഡ് എല്ല് പോലെ ഇരിക്കും, ചെറിയ ഒരു എൽ ഷേപ്പിലിരിക്കും. ഓക്കെ, കണ്ടോ, ഈ എൽ ഷേപ്പിലിരിക്കുന്ന ഈ ഒരു ലൂപ്പിനെ ഇതിൻ്റെ അറ്റം വരെ നമ്മൾ കൊണ്ടുപോകും. നമ്മൾ ലൂപ്പിൽ ഇനോക്കുലം എടുക്കുന്നു. ഇനോക്കുലം എന്ന് പറഞ്ഞാൽ സാമ്പിൾ. നിങ്ങൾ ഓർക്കേണ്ടതാണ്, ഇനോക്കുലം എന്ന് ഞാൻ പറയുന്നത് സാമ്പിളിനെയാണ്, നമ്മുടെ കയ്യിലിരിക്കുന്ന സാമ്പിളിനെയാണ്. ഈ സാമ്പിൾ നമ്മൾ ലൂപ്പിലെടുക്കുന്നു. നേരെ നമ്മുടെ ഈ ഗ്ലാസിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഇല്ലെങ്കിൽ ഈ മീഡിയത്തിൻ്റെ മോൾ ഭാഗത്തോ ഒന്നും ടച്ച് ചെയ്യാതെ നേരെ താഴേക്ക് നമ്മൾ ഡീപ്പായിട്ട് പോയിൻ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഒരു മെത്തേഡ്. ഇനി അതല്ലെങ്കിൽ സ്ലാൻഡാണിത്. സ്ലാൻഡിനകത്ത് ഈ എൽ ഷേപ്പിലിരിക്കുന്ന ഈ ലൂപ്പ് ആദ്യം ഏറ്റവും അറ്റത്ത് കൊണ്ടുവന്ന് നമ്മൾ അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇതുപോലെ ഈ എൽ ഷേപ്പിലുള്ള ഈ ഒരു പോർഷൻ ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുക. ദെൻ അങ്ങനെ മുകളിലേക്ക് തിരിച്ചെടുക്കുക, വേറെ എങ്ങും ടച്ച് ചെയ്യരുത്. ഇതാണ് സ്റ്റാപ്പ് കൾച്ചർ മെത്തേഡ്. എന്ന് വെച്ചാൽ നമ്മുടെ മീഡിയത്തിൽ സ്റ്റാബ് ചെയ്യുക, കുത്തി വയ്ക്കുക, അതുപോലൊരു മെത്തേഡാണ്. അപ്പോൾ ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ജലാറ്റിൻ ലിക്വിഫാക്ഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ്. ജലാറ്റിൻ ലിക്വിഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ചില ബാക്ടീരിയ ഈ ജലാറ്റിനെ യൂസ് ചെയ്തിട്ട്, ജലാറ്റിൻ എന്ന് പറയുന്നത് ഒരു ജെല്ലി ലൈക്ക് ഫോമിലാണല്ലോ ഇരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, സോളിഡും അല്ല സെമി സോളിഡും അല്ലാത്തൊരു രീതിയിലാണ് ഈ ജലാറ്റിൻ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് അഗാർ ഇരിക്കുന്നത്. അപ്പോൾ ഈ ജലാറ്റിൻ ലിക്വിഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ജെല്ലി ആയിട്ടിരിക്കുന്ന ഈ ഒരു ജലാറ്റിൻ അഗാറിനെ ചില ബാക്ടീരിയം ലിക്വിഡാക്കി മാറ്റും. അപ്പം നമ്മൾ ഈ സെൻറ്ററിലല്ലേ ഓൾറെഡി നമ്മൾ ഗ്രോത്ത് തുടങ്ങിയേക്കുന്നത്. നമ്മൾ
ഇനോക്കുലം അപ്ലൈ ചെയ്തേക്കുന്ന സെൻറ്ററിലല്ലേ, ഈ സെൻറ്ററിൽ നിന്നും ഇത് പയ്യെ ജലാറ്റിനെ ലിക്വിഡാക്കി മാറ്റാൻ തുടങ്ങും. ചിലർ മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ, എല്ലാവരും ചെയ്യില്ല. അപ്പോൾ ഇത്ര പർട്ടിക്കുലർ ടൈമിൽ എന്തോരം ജലാറ്റിൻ ലിക്വിഡാക്കി മാറ്റി എന്നുള്ളൊരു സ്റ്റഡി. അതിന് പല ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതൊന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണ്ട. അപ്പോൾ ജലാറ്റിൻ ലിക്വിഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ജലാറ്റിനെ ലിക്വിഫൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ എന്തോരം ലിക്വിഫൈ ചെയ്തു എന്ന് നോക്കാനായിട്ട്. അടുത്തത് ഓക്സിജൻ റിക്വയർമെൻറ്റ്. നമുക്ക് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ബാക്ടീരിയം അനേറോബിക് ആണോ എയറോബിക് ആണോ, അവർക്ക് ഓക്സിജൻ വേണോ ഓക്സിജൻ വേണ്ടേ എന്നൊക്കെ സ്റ്റഡി ചെയ്യാനായിട്ട്. കാരണം നമ്മൾ ഇതുപോലെ ഡീപ്പായിട്ട് പെനിട്രേറ്റ് ചെയ്യാണ്. നമ്മൾ കൊടുത്തിരിക്കുന്ന ബാക്ടീരിയ മോൾ ഭാഗത്ത് മാത്രമേ വളരുന്നുള്ളെങ്കിൽ അവർ എയറോബിക് ആണ്, അവർക്ക് ഓക്സിജൻ ആവശ്യമുണ്ട്. താഴ്ഭാഗത്തും വളരുന്നുണ്ടെങ്കിൽ, താഴ്ഭാഗത്ത് മാത്രമേ വളരുന്നുള്ളെങ്കിൽ അവർ അനേറോബിക് ആണ്, അവർക്ക് ഓക്സിജൻ വേണ്ട, അവർ താഴ്ഭാഗത്ത് മാത്രം വളരും, അവർക്ക് അവിടെ ഓക്സിജൻ ആവശ്യമില്ല. ഓക്കെ, അത് അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഇവരെ ക്ലാസിഫൈ ചെയ്യാം. ദെൻ സ്റ്റോക്ക് കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സ്റ്റോക്ക് ചെയ്യാനായിട്ട്, നമുക്ക് ബാക്ടീരിയ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതാണ് പോർ പ്ലേറ്റ് കൾച്ചർ. പോർ പ്ലേറ്റ് കൾച്ചർ പേര് പോലെ തന്നെയാണ് ഈ മെത്തേഡും. പോർ പ്ലേറ്റ് കൾച്ചർ നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത് വയബിൾ കൗണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ വയബിൾ കൗണ്ട് എന്താണെന്ന്, ലിവിങ് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയസിൻ്റെ കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ടും, നമുക്ക് യൂറിൻ കൾച്ചർ, ക്വാണ്ടിറ്റേറ്റീവ് യൂറിൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ യൂറിനിലുള്ള ബാക്ടീരിയയുടെ ഇതുപോലെ തന്നെ കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ പോർ പ്ലേറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഈ കാണിച്ചിരിക്കുന്ന അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ്, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പിക്ചറിൽ പറയാം. ഇതാണ് പിക്ചർ. അപ്പോൾ പോർ പ്ലേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്നതാണ് പോർ പ്ലേറ്റ് മെത്തേഡ്. പോർ പ്ലേറ്റ് മെത്തേഡിൽ നമ്മൾ ആദ്യം പ്ലേറ്റിൽ മീഡിയ ഒഴിക്കുക. 15 ml മീഡിയയാണ് നമ്മൾ ഒഴിക്കുന്നത്. 15 ml മീഡിയയാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇങ്ങനെ ഒഴിക്കുമ്പോൾ ചെറിയ ചൂടുള്ള മീഡിയം വേണം നമ്മൾ ഒഴിക്കാനായിട്ട്. ഒത്തിരി ചൂടുള്ള മീഡിയം ആവരുത്, ചെറിയ ചൂടുള്ള മീഡിയം നമ്മൾ ഒഴിക്കും. ഒഴിച്ചതിന് ശേഷം 1 ml സാമ്പിൾ, നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന എന്ത് സാമ്പിളാണോ ഉള്ളത് ആ സാമ്പിൾ ലിക്വിഡ് ഫോമിലായിരിക്കണം നമ്മൾ എടുക്കുന്ന സാമ്പിൾ. പോർ പ്ലേറ്റ് മെത്തേഡിൽ നമ്മൾ എടുക്കുന്ന സാമ്പിൾ ലിക്വിഡ് ഫോമിലായിരിക്കണം. ഈ ലിക്വിഡ് ഫോമിലുള്ള സാമ്പിളിനെ ഈ മീഡിയയുടെ ഒപ്പം നമ്മൾ 1 ml എടുത്തൊഴിക്കും. ഒഴിച്ചതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ നമ്മൾ പയ്യെ ഇളക്കി കൊടുക്കും, കയ്യിൽ പിടിച്ചിട്ട് തന്നെ. കൈ അതിലൊന്നും ടച്ച് ചെയ്യില്ല. ക്ലോസ് ചെയ്തതിന് ശേഷം, പെട്രി പ്ലേറ്റിനെ ക്ലോസ് ചെയ്തതിന് ശേഷം ടിൽറ്റ് ചെയ്യാണ് പയ്യെ. ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും നമ്മൾ ടിൽറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, വേറെ ഒന്നും ചെയ്യണില്ല. ദെൻ ഇൻക്യുബേറ്റ് ചെയ്യും. മിക്സ് ചെയ്തതിന് ശേഷം ഇൻക്യുബേറ്റ് ചെയ്യും. ഇൻക്യുബേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ പ്ലേറ്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്കതിൻ്റെ മുകളിലും കോളനീസ് കാണാം, അതിൻ്റെ സെൻറ്ററിൽ കാണാം, താഴത്ത് കാണാം. സെൻറ്ററിൽ മീൻസ് അതിനകത്ത് 15 ml മീഡിയം ഒഴിച്ചിട്ടുണ്ട്, അപ്പോൾ അതിന് കട്ടി ഉണ്ടാവുമല്ലോ. ആ കട്ടിയുള്ള മീഡിയത്തിൻ്റെ താഴത്തും നമുക്ക് ഗ്രോത്ത് കാണാം, മുകളിലും ഗ്രോത്ത് കാണാം. ഈ താഴത്ത് വളരുന്നവർ എപ്പോഴും അനേറോബിക് ആയിരിക്കും. ഓക്കെ, അവർക്ക് ഓക്സിജൻ ആവശ്യമുണ്ടാവില്ല. സർഫസിൽ വളരുന്നവർക്ക് ഓക്സിജൻ ആവശ്യമുള്ളതായിരിക്കും. ദെൻ അതുപോലെ തന്നെ നമുക്കിതിനകത്ത് ഓരോരോ കോളനീസും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. സെപ്പറേറ്റ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഓരോ കോളനിയും എണ്ണി നോക്കാം. എണ്ണി നോക്കുമ്പോൾ ഇതിനകത്ത് എത്ര വയബിൾ ബാക്ടീരിയൽ കോളനീസ് ഉണ്ടായിരുന്നു എന്നറിയാൻ പറ്റും. ഓക്കെ, ഈ കോളനി എണ്ണി എഴുതുന്നതിനാണ് വയബിൾ കൗണ്ട് എടുത്ത് എഴുതുക എന്ന് പറയുന്നത്. ഇതാണ് പോർ പ്ലേറ്റ് മെത്തേഡ്. അടുത്ത മെത്തേഡാണ് ലിക്വിഡ് കൾച്ചർ. ലിക്വിഡ് കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ലിക്വിഡ് മീഡിയം എല്ലാം പഠിച്ചില്ലേ. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ലിക്വിഡ് മീഡിയം എടുത്തിട്ട് ആ ലിക്വിഡ് മീഡിയത്തിൽ നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഏത് സാമ്പിളാണോ നമ്മുടെ കയ്യിലുള്ളത്, ഇപ്പോൾ സോളിഡ് ടൈപ്പ് ഉള്ള ഒരു സാമ്പിളാണെങ്കിലും ലിക്വിഡ് സാമ്പിളാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ലിക്വിഡ് കൾച്ചർ മെത്തേഡിൽ യൂസ് ചെയ്യാം. സോളിഡ് സാമ്പിളാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ലൂപ്പ് കൊണ്ട് ഒരു ലൂപ്പ് എടുക്കുക, ലിക്വിഡ് സാമ്പിളിലിടുക, മിക്സ് ചെയ്യുക. നമുക്ക് ലിക്വിഡ് ഫോമിലുള്ള സാമ്പിളാണെങ്കിൽ പിപ്പറ്റോ സിറിഞ്ചോ യൂസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള എമൗണ്ട് എടുത്തിട്ട് ഈ ലിക്വിഡ് മീഡിയയിൽ ആഡ് ചെയ്യുക, മിക്സ് ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് ബ്ലഡ് കൾച്ചർ ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റെറിലിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട്. സ്റ്റെറിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളമോ എന്തെങ്കിലും സ്റ്റെറൈലാണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റാണ് സ്റ്റെറിലിറ്റി ടെസ്റ്റ്.
ദെൻ കണ്ടിന്യൂസ് കൾച്ചർ മെത്തേഡിനും. കണ്ടിന്യൂസ് കൾച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ബാക്ടീരിയ കൾച്ചർ ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെയാണ് കണ്ടിന്യൂസ് കൾച്ചർ മെത്തേഡ്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആൻഡ് ബാച്ച് കൾച്ചറിനെ പറ്റി. അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ കണ്ടിന്യൂസ് കൾച്ചർ മെത്തേഡിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ലിക്വിഡ് കൾച്ചർ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും നേരം പഠിച്ച മെത്തേഡ്സും ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മെത്തേഡ്സ് എല്ലാം പ്യുവർ കൾച്ചർ മെത്തേഡ്സ് ആണ്. ഓക്കെ, അതിൽ നമുക്ക് മിക്സപ്പ് വരുന്നില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതെല്ലാം ചെയ്യുന്നത് നമുക്ക് ഒറ്റയായിട്ട് ഇവരെ ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് പ്യുവർ കൾച്ചർ മെത്തേഡ്. കൾച്ചർ ടെക്നിക്സിൽ തന്നെ പ്യുവർ കൾച്ചർ ടെക്നിക്സ് ആണ്. ഇപ്പോൾ നമ്മൾ പഠിച്ച എത്രയും ടെക്നിക്സും ഇനി പഠിക്കാൻ പോകുന്ന ടെക്നിക്സ് എല്ലാം അതാണ്. ബട്ട് ലിക്വിഡ് കൾച്ചർ മാത്രം പ്യുവർ കൾച്ചർ ടെക്നിക്ക് അല്ല, ഇത് മിക്സ്ഡ് ഇനോക്കുലം ആണ് നമുക്ക് തരുന്നത്. നമുക്ക് പ്യുവർ കൾച്ചർ ആണെന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും. എങ്ങനെയൊക്കെ നമ്മൾ സിംഗിൾ സാമ്പിൾ അതിനകത്ത് എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് വീണ്ടും ഇത് പ്യുവർ ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റ് മെത്തേഡ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇതാണ് ലിക്വിഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ലിക്വിഡ് മെത്തേഡിൽ ഇതുപോലൊരു ബോട്ടിലിൽ ലിക്വിഡ് കൾച്ചർ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഈ ലിക്വിഡ് കൾച്ചറിലാണ് നമ്മൾ ഇനോക്കുലം ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ഇൻക്യുബേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതെടുത്ത് നോക്കിയാൽ ഇപ്പം നമുക്ക് ക്ലിയർ ആയിട്ടല്ലേ കാണാൻ പറ്റുക. ഇതിനകത്ത് ബാക്ടീരിയ വളർന്നു കഴിയുമ്പോൾ നമുക്ക് ടർബിഡായിട്ടാണ് കാണാം. ടർബിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ തിക്കായിട്ടുള്ളൊരു ഫോം, ഭയങ്കര ക്ലൗഡി ആയിട്ട് അങ്ങനെയാണ് കാണാൻ പറ്റുക. ഈ ക്ലിയർ ആയിട്ടുള്ള ഫോമെല്ലാം മാറി ഇതിന് വേറെ കളറൊക്കെ ആവും, ഇത് ഭയങ്കര തിക്കാവും. നമുക്ക് ഇതിനകത്ത് ഈ പുക വന്ന് നിറഞ്ഞ പോലെയുള്ളൊരു ഫീല് ഇതിനകത്ത് അങ്ങനെ ഉണ്ടാവും, അങ്ങനെയായിട്ട് മാറും. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ആരാണ് വളർന്നേക്കുന്നത്, എത്ര എണ്ണം വളർന്നിട്ടുണ്ട്, അങ്ങനെയൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ വളർന്നത് ആരാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ വീണ്ടും നമ്മൾ ഇതിനെ മറ്റ് മെത്തേഡിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇത്ര നേരം നമ്മൾ പഠിച്ച മെത്തേഡിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും ഇതിൽ ആര് എത്രയൊക്കെ വളർന്നിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ. അപ്പോൾ ഇത് മാത്രം പ്യുവർ കൾച്ചർ മെത്തേഡ് അല്ല. അടുത്തതാണ് അനേറോബിക് കൾച്ചർ മെത്തേഡ്സ്. അനേറോബിക് കൾച്ചർ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അനേറോബിക് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ആവശ്യമില്ലാത്ത മൈക്രോബ്സ് ആണ്. ലൈക്ക് ക്ലോസ്ട്രീഡിയം ടെറ്റനി ഒരു സ്ട്രിക്റ്റ് അനേറോബാണ്. എന്ന് വെച്ചാൽ ഓക്സിജൻ തീരെ വേണ്ട, ഇത്തിരി പോലും ഓക്സിജൻ വേണ്ട അവർക്ക്. സ്ട്രിക്റ്റ് അനേറോബ് എന്ന് പറഞ്ഞാൽ ഒട്ടും ഓക്സിജൻ വേണ്ട, അങ്ങനെ ആൾക്കാരാണ്. അപ്പോൾ അനേറോബിക് കൾച്ചർ മെത്തേഡ്സിൽ തന്നെ പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള മെത്തേഡാണ് ഒന്ന് വാക്വം ഫോം ചെയ്യുക. നമ്മൾ എവിടെയാണോ വളർത്തുന്നത് അവിടെ വാക്വം കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. വാക്വം മീൻസ് ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥ. ദെൻ അടുത്തത് ഓക്സിജനെ മറ്റേതെങ്കിലും ഗ്യാസ് കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ഹൈഡ്രജനോ ഹീലിയമോ അങ്ങനെ എന്തെങ്കിലും ഗ്യാസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. നെക്സ്റ്റ് കെമിക്കൽ മെത്തേഡ്, ഏതെങ്കിലും കെമിക്കൽ യൂസ് ചെയ്ത് ഓക്സിജനെ അതിനകത്തുനിന്ന് റിമൂവ് ചെയ്യുക. ബയോളജിക്കൽ മെത്തേഡ് അതും ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മൾ മറ്റൊരു ബാക്ടീരിയയുടെ ഹെൽപ്പോട് കൂടി ഓക്സിജനെ റിമൂവ് ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ പറയാം. ദെൻ റിഡക്ഷൻ ഓഫ് മീഡിയ, അതും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യത്തെ പ്രൊഡക്ഷൻ ഓഫ് വാക്വം. വാക്വം പ്രൊഡക്ഷൻ എങ്ങനെയാണ് നടത്തുന്നത് വെച്ചാൽ വാക്വം ഡിസിക്കേറ്റർ ഉണ്ട്. വാക്വം ഡിസിക്കേറ്റർ എന്ന് പറഞ്ഞാൽ വാക്വം ഉണ്ടാക്കുന്ന മെഷീനാണ്. അപ്പം നമ്മൾ എന്തിലാണോ മൈക്രോബ്സിനെ വളർത്താൻ ഉദ്ദേശിക്കുന്നത്, മിക്കവാറും ജാറിലായിരിക്കും അനേറോബിക് മെത്തേഡ്സ് എല്ലാം ചെയ്യുന്നത്. സാധാരണ ജാറുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത ജാറുകളുണ്ട്. ഈ ജാറുകളുടെ ഉള്ളിലുള്ള എയറിനെല്ലാം ഈ വാക്വം ഡെസിക്കേറ്റർ എന്ന് പറയുന്ന മെഷീൻ വലിച്ചെടുക്കും. അതിൽ പിന്നെ ഓക്സിജൻ ഒന്നും ഉണ്ടാവില്ല. ആ മെത്തേഡാണ് പ്രൊഡക്ഷൻ ഓഫ് വാക്വം. ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഓക്സിജൻ വിത്ത് അതർ ഗ്യാസ് എന്ന് പറയുന്നത്, നമുക്ക് ഓക്സിജൻ ഏതെങ്കിലും നമ്മൾ വളർത്തുന്ന ജാറിൽ ഓക്സിജൻ ഉണ്ടെങ്കിൽ ആ ഓക്സിജൻ്റെ പകരം ഹൈഡ്രജൻ, നൈട്രജൻ, ഹീലിയം അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ക്യാൻ ജാർ. ഈ കാണിച്ചിരിക്കുന്നതാണ് കാൻഡിൽ ജാർ. സാധാരണ പോലത്തെ ഒരു ജാറാണിത്. ഇതിനകത്ത് വെച്ചിരിക്കുന്നത് കണ്ടോ, പെട്രി പ്ലേറ്റ് ഉണ്ട്, ട്യൂബ്സ് ഉണ്ട്. അതിൻ്റെ ഒപ്പം നമ്മളൊരു കാൻഡിലും കൂടെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഈ കാൻഡിലിൽ ഫ്ലെയിം കത്തണമെങ്കിൽ ഓക്സിജൻ ആവശ്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാലോ. ഈ ഓക്സിജൻ എപ്പോൾ ഇതിനകത്ത് തീരുന്നോ, എപ്പോൾ ഓക്സിജൻ എല്ലാം ഇതിനകത്ത് നിന്ന് കാലിയാവുന്നോ അപ്പോൾ ഈ ഫ്ലെയിം കെട്ടുപോകും. ഓക്കെ, അപ്പോൾ ഈ ഫ്ലെയിം കത്തുന്ന അത്രയും സമയം ഈ ജാറിലുള്ള ഓക്സിജനെ യൂട്ടിലൈസ് ചെയ്യും. ദെൻ ഫ്ലെയിം കെട്ടുപോയതിന് ശേഷം ഈ ജാറിനകത്ത് കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതാണ് ഈ ഒരു മെത്തേഡ്.
അടുത്തത് കെമിക്കൽ മെത്തേഡ്. നമ്മൾ പറഞ്ഞു ഓക്സിജനെ ഏതെങ്കിലും കെമിക്കൽ യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യുക. ലൈക്ക് ആൽക്കലൈൻ പൈറോഗലോൾ അല്ലെങ്കിൽ ക്രോമിയം അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് ഇവരെയൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കെമിക്കൽസിനെ യൂസ് ചെയ്തിട്ട് ഓക്സിജൻ അതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യുന്ന മെത്തേഡ്. അതിനൊരു എക്സാമ്പിളാണ് മാക്കിൻടോഷ് ഫയൽസ് അനറോബിക് ജാർ. അത് ഇവർ ഡിസൈൻ ചെയ്ത ഒരു ജാറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലിഡുണ്ട്. ആ ലിഡിൽ 2 ട്യൂബ്സ് ഉണ്ട്. ഒന്ന് ഇൻലെറ്റും ഒന്ന് ഔട്ട്ലെറ്റും. ഇൻലെറ്റ് നമുക്ക് ഏതെങ്കിലും ഒരു ഗ്യാസിനെ അകത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ട്, ഔട്ട്ലെറ്റ് അകത്തുള്ള ഓക്സിജനെ നമ്മൾ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ജാറിന് ഇലക്ട്രിക് സപ്ലൈ ഉണ്ടാവും. ഇലക്ട്രിക് സപ്ലൈ നമുക്ക് വാക്വം പമ്പിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ ഇവരുടെ ലിഡ് വെൽ ഇൻസുലേറ്റഡ് ആയിരിക്കും. ഭയങ്കര മറ്റ് കമ്പോണൻറ്റ് യൂസ് ചെയ്തിട്ട് ലിഡിനെ ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ലൈക്ക് പോർസലിൻ സ്പൂൾ അല്ലെങ്കിൽ ഇതിനെ പാലഡൈസ്ഡ് ആസ്പെറ്റോസ് വെച്ചിട്ട് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഇൻസുലേഷൻ്റെ യൂസ് എന്താണെന്ന് നമുക്ക് അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. ഇതാണ് ആ ഒരു ജാർ, മാക്കിൻടോഷ് ഫയൽസ് ജാർ എന്ന് പറയുന്നത് ഇതാണ്, ഈ കാണിച്ചിരിക്കുന്നതാണ്. കണ്ടല്ലോ, ഇതിനൊരു ഔട്ട്ലെറ്റ് ഉണ്ട്, ഇൻലെറ്റ് ഉണ്ട്, പവർ സപ്ലൈ ഉണ്ട്. നമുക്കിത് ക്യാരി ചെയ്യാനും പറ്റും. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പകുതിയൊക്കെ ഡിസ്കസ് ചെയ്തല്ലോ. ഇനി ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഔട്ട്ലെറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് വാക്വം കണ്ടീഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. വാക്വം പമ്പിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇതിനകത്തുള്ള ഓക്സിജനെ ഔട്ട്ലെറ്റിലൂടെ നമ്മൾ പുറത്തേക്ക് വലിച്ചു കളയുന്നു. അതിനുശേഷം ഇതിൻ്റെ ഇൻലെറ്റിലൂടെ നമ്മൾ ഹൈഡ്രജൻ ഗ്യാസിനെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, ഓക്സിജനെ നമ്മൾ ആദ്യം റിമൂവ് ചെയ്തു, അതിനുശേഷം ഹൈഡ്രജനെ അതിനകത്ത് നിറച്ചു. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ഇൻസുലേറ്റഡ് ആണ് അതിൻ്റെ ലിഡ് എന്നുള്ള കാര്യം. ദെൻ അതിനുശേഷം നമ്മൾ ഇതിനെ ഒരു ഇലക്ട്രിക് സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യാണ്. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഈ ലിഡിലുള്ള പാലഡൈസ്ഡ് ആസ്പെസ്റ്റോസ് ഹീറ്റ് ചെയ്യും. ഇങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഓക്സിജൻ റെസിഡ്യൂസ് ബാക്കിയുണ്ടെങ്കിൽ ഈ ഹീറ്റിൻ്റെ യൂസോടുകൂടി നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്യും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഏതെങ്കിലും ഓക്സിജൻ ഇതിനകത്ത് ബാലൻസ് ഉണ്ടെങ്കിൽ ഈ പാലഡൈസ്ഡ് ആസ്പെസ്റ്റോസ് ഹീറ്റ് ചെയ്യുന്നത് മൂലം ഈ ഹീറ്റ് യൂസ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്യും. അപ്പോൾ ഇതിനകത്ത് വീണ്ടും ഒട്ടും ഓക്സിജൻ ഇല്ല എന്ന് നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ ഉറപ്പുവരുത്താം. കെമിക്കൽ കൾച്ചറിന് മറ്റൊരു എക്സാമ്പിളാണ് ഗ്യാസ് പാക്ക്. നമ്മളിപ്പോൾ പഠിച്ച ഈ മാക്കിൻടോഷ് ഫയൽസ് ജാർ പോലെ മറ്റൊരു എക്സാമ്പിളാണ് ഗ്യാസ് പാക്ക്. ഗ്യാസ് പാക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റേത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജാറാണ്. ബട്ട് ഗ്യാസ് പാക്ക് എന്ന് പറയുന്ന ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിസ്പോസിബിൾ എൻവലപ്പാണ്. ഈ എൻവലപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ എൻവലപ്പിൽ ഒരു പ്രത്യേക സബ്സ്റ്റൻസ് ഉണ്ടാവും. ഈ സബ്സ്റ്റൻസ് വെള്ളം ആഡ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ഹൈഡ്രജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും ജനറേറ്റ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒരു എക്സാമ്പിളാണ് കോൾഡ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് അതിനകത്തുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വെള്ളം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തുള്ള ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്യും. ഓക്കെ, ഇല്ലെങ്കിൽ ഹൈഡ്രജനെ കാർബൺ ഡൈ ഓക്സൈഡിനെ ജനറേറ്റ് ചെയ്യും. ഈ 2 മെത്തേഡ് അതിൽ യൂസ് ചെയ്യുന്നു. മറ്റൊരു പ്രത്യേകത, ഇതിനകത്തൊരു ഇൻഡിക്കേറ്റർ ഉണ്ടാവും. ഇനി സപ്പോസ് ഇതിൽ എവിടെയെങ്കിലും ഒരു ഓക്സിജൻ പ്രസൻസ് വരികയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഇൻഡിക്കേറ്ററാണ് മെത്തിലീൻ ബ്ലൂ, റെഡ്യൂസ്ഡ് മെത്തിലീൻ ബ്ലൂ. ഇതിൽ എവിടെയെങ്കിലും ഓക്സിജൻ്റെ പ്രസൻസ് വരുവാണെങ്കിൽ ഈ ഗ്യാസ് പാക്കിനകത്ത് ഇൻഡിക്കേറ്റർ ബ്ലൂ കളറിലാവും. ഓക്സിജൻ ഒന്നും ഇല്ലെങ്കിൽ കളർലെസ് ആയിട്ട് തന്നെ ഇരിക്കും. ഇതാണ് ഗ്യാസ് പാക്കിൻ്റെ വർക്കിംഗ്. മനസ്സിലായല്ലോ? ഗ്യാസ് പാക്കിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തൊരു കോമ്പൗണ്ട് ഉണ്ടാവും. ഈ കോമ്പൗണ്ട് ഒന്നെങ്കിൽ വാട്ടറിൻ്റെ അഡീഷനോട് കൂടി ഹൈഡ്രജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും പ്രൊഡ്യൂസ് ചെയ്യും. അതല്ലെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് ഹൈഡ്രജനും ഓക്സിജനും കോമ്പിനേഷൻ നടക്കും, കമ്പൈൻ ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്സിജൻ റിമൂവ് ആവും. ദെൻ അതിലൊരു ഇൻഡിക്കേറ്റർ ഉണ്ടാവും. ഓക്സിജൻ ഉള്ളപ്പോൾ ബ്ലൂ കളറും ഓക്സിജൻ ഇല്ലാത്തപ്പോൾ കളർലെസ്സും ആയിട്ടിരിക്കും. അതാണ് ഗ്യാസ് പാക്ക്. ഈ കാണുന്നതാണ് ഗ്യാസ് പാക്ക്. ഓക്കെ, ഡിസ്പോസിബിൾ ആണ് ഈ ഒരു ജാർ. ദെൻ അടുത്തത് ബയോളജിക്കൽ മെത്തേഡ്. ബയോളജിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു ഷോർട്ടായിട്ട് പറഞ്ഞല്ലോ. നമുക്ക് അനേറോബിക് മൈക്രോബ്സിനെ ഇതിനകത്ത് വളർത്തുമ്പോൾ ബയോളജിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ എയറോബിക് ആയിട്ടുള്ള മറ്റൊരു ബാക്ടീരിയയെ ഈ ജാറിൽ ഇവരുടെ കൂടെ വളർത്തും.
അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇതിനകത്ത് ഓക്സിജൻ എല്ലാം ഈ എയറോബിക് ആയിട്ടുള്ള ബാക്ടീരിയ യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ, അങ്ങനെ നമുക്ക് ഇതിനകത്ത് ഓക്സിജനെ റിമൂവ് ചെയ്യാം. അതല്ലെങ്കിൽ ജെർമിനേറ്റിംഗ് സീഡ് അല്ലെങ്കിൽ ചോപ്ഡ് വെജിറ്റബിൾസ് അതിനകത്ത് ഇടുമ്പോൾ ഇവരും ഓക്സിജനെ യൂട്ടിലൈസ് ചെയ്യുന്ന രണ്ട് ആൾക്കാരാണ്. ഇവരും ഓക്സിജനെ യൂട്ടിലൈസ് ചെയ്ത് അതിൽ നിന്ന് റിമൂവ് ചെയ്യും. അതാണ് ബയോളജിക്കൽ മെത്തേഡ്. ദ ലാസ്റ്റ് മെത്തേഡ് ഈസ് റിഡക്ഷൻ ഓഫ് ഓക്സിജൻ. ഓക്സിജനെ റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഓക്സിജനെ റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന രണ്ട് പേരാണ് 1% ഓഫ് ഗ്ലൂക്കോസും 0.1% ഓഫ് തയോഗ്ലൈക്കലേറ്റും. ഈ ഗ്ലൂക്കോസും തയോഗ്ലൈക്കലേറ്റും ഓക്സിജനെ റെഡ്യൂസ് ചെയ്ത് കളയുന്ന രണ്ടാൾക്കാരാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കൾച്ചർ ടെക്നിക്സ് അല്ലെങ്കിൽ കൾച്ചർ മെത്തേഡ്സ്. നിങ്ങളോട് ചോദിക്കുന്ന പ്യുവർ കൾച്ചർ ടെക്നിക്സ് ആണെങ്കിൽ ശ്രദ്ധിക്കുക, ലിക്വിഡ് കൾച്ചർ മെത്തേഡ് എഴുതരുത്. ഓക്കെ, ലിക്വിഡ് കൾച്ചർ മെത്തേഡ് പ്യുവർ കൾച്ചർ മെത്തേഡ് അല്ല. പിന്നെ നിങ്ങളോട് ചോദിക്കുന്ന എയറോബിക് കൾച്ചർ മെത്തേഡ് എന്നാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, അനേറോബിക് തുടങ്ങുന്നതിന് മുന്നേ വരെ ലിക്വിഡ് കൾച്ചർ വരെ പറഞ്ഞ എല്ലാം ആഡ് ചെയ്യുക. അതെല്ലാം എയറോബിക് കൾച്ചർ മെത്തേഡ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? താങ്ക് യു.